മശായിഖുമാരുമായി ബൈഅത്ത് ചെയ്ത തരീഖത്തുള്ള മഹാനാണ് ഖാദരി തരീഖത്തും റിഫായി തരീഖത്തും. അതുപോലെ മഹാന്മാരായ തരീഖത്തിന്റെ മശായിഖുമാരെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ദിക്ർ സ്വീകരിച്ചുകൊണ്ട് അവരെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കുന്ന മഹാനാണുള്ള നിങ്ങൾ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് തരീഖത്തിന്റെ മശായിഖുമാരുമായി ബന്ധപ്പെട്ട് തരീഖത്തും വിജാതത്തുമുള്ള മഹാനായ നേതാവാണ്. അങ്ങനെ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ ഒട്ടുമുക്കാലും പരിശോധിച്ചാൽ തരീഖത്തുമായി ബന്ധമുള്ളവരാണ്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ തരീഖത്തെല്ലാം മുട്ടുന്നത് അശ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ഏറ്റവും വലിയ ശൈഖ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അശ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ പേര് രൂപത്തിൽ റസൂലുള്ളാഹിയെ പറ്റി പറയാൻ പറ്റുമോ ഇല്ലെന്ന് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ ശൈഖ്. പക്ഷേ റസൂലുള്ളാഹി പഠിപ്പിച്ചതിന്റെ ആ റസൂൽ പ്രഖ്യാപിച്ചതിന്റെ ഏതെങ്കിലും ഒരു തരീഖത്തുകാരൻ രംഗത്ത് വന്നാൽ ഞങ്ങൾ എതിർക്കും. നിങ്ങൾ ചിന്തിച്ചോ, ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ കാല് തെറ്റിക്കാതെ മറ്റൊന്നും ചൊല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം ചൊല്ലണം. അതിന് നിരവധി പ്രതിഫലം അല്ലാഹു റസൂൽ ഇവിടെ വിശദീകരിച്ചു. ലോക പണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ചൊല്ലാൻ ദിക്ർ ക്രോഡീകരിച്ചപ്പോൾ തന്റെ പ്രസിദ്ധമായ അൽക്കാർ നബിയിൽ ആ സംഭവം രേഖപ്പെടുത്തി. ലോകത്ത് എഴുതിപോയ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ന് മഗ്‌രിബിന് ശേഷം അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈജിപ്തിൽ നിന്നൊരാൾ വന്നു, അയാൾ പറയുന്നു അത് ചൊല്ലാൻ പാടില്ല, അത് നമ്മുടെ ശൈഖിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ആ ദിക്ർ ഒഴിവാക്കണം. അങ്ങനത്തെ ശൈഖ് നമുക്ക് വേണ്ട. ഇതേ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളൂ. ഇത് സമസ്ത പറയേണ്ടതാണ്. ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ദിക്ർ അത് വേണ്ടെന്ന് പറയാൻ ഇവിടെ ആരാണുള്ളത്? ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചു ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ. ശൈഖ് പിന്നെയല്ലേ അമ്പിയാക്കന്മാരിൽ പ്രമുഖനായ മൂസ നബി അലൈഹിസ്സലാം, തൗറാത്ത് നൽകപ്പെട്ട പ്രഗത്ഭനായ പ്രവാചകരല്ലേ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ. മൂസ നബി ഇന്ന് ഹയാത്തോടെ ബാക്കിയുണ്ടെങ്കിൽ എന്നോട് പിൻപറ്റുകയല്ലാതെ, ഞാൻ പറഞ്ഞ ദിക്ർ ചൊല്ലുകയല്ലാതെ, ഞാൻ പറഞ്ഞ രൂപത്തിൽ ദിക്ർ ചൊല്ലുകയല്ലാതെ, ഞാൻ പറഞ്ഞ സമയത്ത് ദിക്ർ അല്ലാതെ മറ്റു മാർഗമുണ്ടാകുമായിരുന്നില്ല. ആർക്ക്? കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. കാരണം മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അല്ലാഹു റസൂൽ വന്നോട് കഴിഞ്ഞു. അല്ലാഹു റസൂൽ വന്നോട് മൂസാനോട് പ്രവാചകനല്ല. ഈസാ നബി അലൈഹിസ്സലാം കേറിപ്പോകുമ്പോൾ, ആകാശത്തേക്ക് കേറിപ്പോകുമ്പോൾ പ്രവാചകനാണ്. യൻസിലു ഈസ ഇബ്നു മറിയം ഹക്കമൽ മുഖ്സിത. ഈസാ നബി ഇറങ്ങി വരുമെന്നാണല്ലോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഹക്കമൽ മുഖ്സിത മുഹമ്മദിന്റെ തീരുമാനങ്ങൾക്ക് വിധേയനായ ഒരു വിധികർത്താവായിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ചത് അത് മാറ്റണം, അത് എന്റെ ശൈഖിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ശൈഖും മുരീദും നമുക്ക് വേണ്ട എന്നാണ് സമസ്തകളുടെ പേരിൽ പരിപാലിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചോ, ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയല്ല. ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ അസ്സലാമു അലൈക്കും എന്നാണ് സലാം അറിയാൻ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ശൈഖ് വരുന്നു അസ്സലാമു അലൈക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, വഅലൈക്കും അസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം. സലാം എടുക്കുന്നതാണ് എവിടെ വന്നതാണ്? ഏത് പ്രവാചകൻ പഠിപ്പിച്ചതാ? ഈ രൂപത്തിലുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, അന്യസ്ത്രീയുടെ കൈ പിടിക്കൽ ശൈഖിന്റെ മകളായതുകൊണ്ട് വിരോധമില്ലാതെ പഠിപ്പിക്കുന്ന തരീഖത്ത്. നിങ്ങൾ ചിന്തിക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്ത സംഭവം ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ധരിച്ചു. ആരംഭ റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു നിൽക്കുന്ന സ്ത്രീകളുമായി ബൈഅത്ത് ചെയ്തു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല വല്ലാഹി അല്ലാഹു തആല തന്റെ സത്യം ഒരൊറ്റ സഹോദരിയും ബൈഅത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ കൈ തൊട്ടിട്ടില്ല.
ബഹുമാനപ്പെട്ട വ്യക്തമായി രേഖപ്പെടുത്തിയത്. അതാണ് ബൈഅത്തിന്റെ കോലം. പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈപിടിക്കുന്നുണ്ട്, സഹോദരിമാരോട് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈപിടിക്കാൻ പാടില്ല. ഈ ആശയത്തിനെതിരായി, ആരംഭ റസൂലുള്ളാഹി പഠിപ്പിച്ച ആശയത്തിനെതിരായി ഇവിടെ ശൈഖ് അത് വാപ്പയാണ്, മുരീദത്തുകളൊക്കെ മക്കളാണ്, പെൺകുട്ടികളാണ്, അതുകൊണ്ട് കൈ പിടിക്കുന്നതിന് വിരോധമില്ല എന്നൊരു കാഴ്ചപ്പാട്. അത് ഇസ്ലാമികമല്ല. ഇസ്ലാമികമല്ലാത്ത ശരീഅത്തിന് വിരുദ്ധമായ രൂപത്തിൽ ഏത് തരീഖത്ത് വന്നാലും നമ്മൾ ആ തരീഖത്തിന് എതിർക്കാതിരിക്കുകയില്ല. ഇത് തരീഖത്തിന് എതിർക്കുകയല്ല. സത്യമായ തരീഖത്ത് അനിവാര്യമാണെന്നും ആവശ്യമാണെന്നും നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ തെറ്റായ തരീഖത്തിന് നമ്മൾ എതിർക്കും. യഥാർത്ഥ പ്രവാചകനെ അംഗീകരിക്കുന്ന നമ്മൾ 1,24,000 പ്രവാചകന്മാരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് കള്ളപ്രവാചകന്മാരെ സമൂഹത്തിലുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. രണ്ടും നമ്മൾ സ്വീകരിക്കുന്നു. ഹക്കായ പ്രവാചകനെ സ്വീകരിക്കുന്നു, ബാത്തിലായ പ്രവാചകനെ തള്ളുന്നു. ഹക്കായ മഅബൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ബാത്തിലായ ആ ദൈവങ്ങളുണ്ട്, നമ്മളത് സ്വീകരിക്കാറില്ല, വിശ്വസിക്കാറില്ല. ഇതാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ നയം. പക്ഷേ ആ തരീഖത്ത് തെറ്റായ രൂപത്തിലേക്ക് നീങ്ങുമ്പോൾ ഖുർആന്റെയും ഹദീസിന്റെയും കാഴ്ചപ്പാടിനെതിരായി, സലഫ് സ്വാലിഹീങ്ങളുടെ അഭിപ്രായത്തിനെതിരായി നീങ്ങുമ്പോൾ അവരെ നേരെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സമസ്തകളുടെ ജംഇയ്യത്തുൽ ശ്രമിക്കും. 9 പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട ദില്ലിഖുത്ത് ഉസ്താദടക്കം, AP ഉസ്താദടക്കം 9 പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് നേരായ പങ്കാളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. നമ്മൾ തള്ളി. പക്ഷേ മറുഭാഗം സ്വീകരണം, മറുഭാഗത്തിന് സ്വീകരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഉറച്ച പരിപാടിയല്ലാതെ ആളെ ചീത്ത പറയാനും ആളെ തെറി പറയാനും പണ്ഡിതന്മാരെ ഗീബത്ത് പറയാനും ഇല്ലാത്ത കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പുറത്താക്കിയവർക്ക് സ്വീകരണം നൽകാനുമല്ലാത്ത മൂന്നാമത്തൊരു പരിപാടി മറുഭാഗത്ത് നിൽക്കുന്ന സമസ്ത എന്ന പേര് പറയുന്ന സംഘടനയ്ക്കില്ല. ഇതാണ് വസ്തുത. പ്രിയപ്പെട്ടവന്മാരെ, നമുക്കതില്ല. നമ്മൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ആരെയും തെറി പറയാറില്ല. നമ്മൾ ആരെയും ആക്ഷേപിക്കാറില്ല. ഒരാളെ അകത്ത് തെറ്റ് കണ്ടാൽ അദ്ദേഹത്തെ സ്വകാര്യം വിളിച്ച് നമ്മൾ ഉണർത്തും. അത് തെറ്റാണ്. അത് ആര് മുസ്ലിയാരായിരുന്നാലും വിരോധമില്ല, ഏത് മുസ്ലിയാരായിരുന്നാലും ഏത് പണ്ഡിതരായിരുന്നാലും വിരോധമില്ല. പരസ്യമായി സ്റ്റേജിൽ വെച്ചുകൊണ്ട് മാന്യതയില്ലാത്ത രൂപത്തിൽ സംസ്കാരിക്കുന്ന സ്വഭാവം അത് സമസ്തകളുടെ ജംഇയ്യത്തുൽഉലമയുടേതല്ല. ആ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുന്നത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം, ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തളർത്തിക്കളയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിന് മുമ്പിൽ അത് വിലപ്പോകില്ല. അദ്ദേഹം ജനിച്ചത് മുതൽ അല്ലെങ്കിൽ രംഗത്ത് പ്രവർത്തിക്കുന്നത് മുതൽ ആക്ഷേപങ്ങളെ അദ്ദേഹം കേട്ടിട്ടുള്ളൂ. എന്നും ആക്ഷേപങ്ങൾ കേട്ട്. പക്ഷേ